അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഷോർട്സിൽ പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടിന്റെ തുടർച്ചയാണ്. നമുക്ക് മുത്തങ്ങ ചെക്ക് പോസ്റ്റ്, അതായത് പിന്നെ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് അതുപോലെ പിന്നെ 2 ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ. ആ ഒരു ഹൈവേനോട് ചേർന്നിട്ട് ഹൈവേയിലൂടെ ടച്ച് ഉള്ള നല്ല അത്യാവശ്യം റോഡ് ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു നിരപ്പായിട്ടുള്ള ഒരു ഭൂമിന്റെ ഒരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഈ ലോങ് വീഡിയോ. അതിർത്തി കാര്യങ്ങളൊക്കെ 1 ഏക്കർ 15 സെന്റ് സ്ഥലം, കമേഴ്ഷ്യൽ പർപ്പസ്, ഹോട്ടൽ പർപ്പസ്, റിസോർട്ട്, അതുപോലെ തന്നെ ലീസ് പർപ്പസിനൊക്കെ കൊടുക്കുന്നുണ്ട്. ലീസിന്റെ കാര്യങ്ങൾ ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്, പറ്റാവുന്ന അവിടെ പോയിട്ട് ഒന്ന് കാണുക. അപ്പോൾ അങ്ങനെയാണുള്ളത്. ഇതിന്റെ ഇത് പറഞ്ഞാൽ നമുക്ക് ഇത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഇതാണ് നമ്മൾ അതിര് വരുന്നത്. അത് ആ ഒരു സിൽവർ മരം ഉണ്ടല്ലോ, സിൽവർ മരം കാണുന്നില്ലേ? ആ സിൽവർ മരമാണ് നമുക്ക് അതിര് വരുന്നത്. അത് അങ്ങ് പോയി കഴിഞ്ഞാൽ ആ കാപ്പി ഉണ്ടോ ആ കാപ്പിന്റെ അതിലെ കൂടെ ഇങ്ങനെ വന്നിട്ട് പിന്നെ നമുക്ക് ഇതിലെ കൂടെ അങ്ങോട്ട് പോവാം. ഈ സൈഡ് ഇപ്പുറ സൈഡ് ഇതാണ് ഈ മരല്ലേ, ഈ കാറ് നിർത്തിയതിന് തൊട്ടടുത്തുള്ള ആ മരം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഈ സൈഡിലെ. അപ്പോ അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ബാക്കിൽ ഫോറസ്റ്റ് ഫെൻസിങ് ആണ്. NOC കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. ഓക്കെ, അപ്പൊ അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നതാണ്. സ്കെച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ നമുക്ക് ഇതിൽ തരാം. എന്തിലാ മെസ്സേജ് പിന്നെ കമന്റ് ബോക്സിൽ ഇട്ട് തരാം. ഇതിന്റെ സ്കെച്ച് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെങ്കിൽ. അപ്പോൾ പരന്നൊരു പ്രോപ്പർട്ടിയാ, ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും. പിന്നെ ഇവിടെ ഈ ചുറ്റുവട്ടത്ത് നല്ലൊരു എന്താ പറയാ, കഴിഞ്ഞ വർഷം ഏറെക്കുറെ നമ്മള് മൈസൂരിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വണ്ടി ഇങ്ങോട്ട് പെർമിറ്റ് ചെയ്യുന്ന സമയത്ത് 20 രൂപ എന്തോ ചാർജ് എന്തോ വാങ്ങിക്കുന്നുണ്ട്. ആ ചാർജൊക്കെ 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയായിട്ടും കഴിഞ്ഞ പിന്നെ നമുക്കൊരു സീസൺ വന്നിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ ഒരു ഓഫ് സീസൺ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് ആളുകൾ എൻട്രൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ബത്തേരി റൂട്ടിൽ നല്ല ആളുകൾക്ക് റിലാക്സ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഹോട്ടലൊന്നും ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ മാനന്തവാടി ആ സൈഡിൽ നിന്ന് വരുന്നതാണ്. വയനാട് ജില്ലയിൽ മാനന്തവാടി സൈഡിൽ നിന്ന് വരുന്ന സമയത്തൊന്നും നമുക്ക് നല്ലൊരു ഹോട്ടലോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ടൗണിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ ടൗണിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ ഹോട്ടലിലേക്ക് കയറുന്ന പറയുമ്പോൾ ഈ സഞ്ചാരികളായ ആളുകൾക്ക് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്, ട്രാഫിക് ജാമിൽ നിന്ന് അങ്ങോട്ടേക്ക് ഡൈവേർഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് എന്താക്കുന്നത്, ഇവിടുന്ന് ഒരു ഒഴിഞ്ഞ ഏരിയയിൽ അത്യാവശ്യം വൈബും കാര്യങ്ങളും നല്ല നമുക്കെന്താ ഫ്രീ ഉള്ള ഒരു സ്പേസ് ആണിത്. അപ്പോൾ ഈ സ്പേസിൽ നമുക്ക് എന്തൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എന്താ പറയുക പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഇത് കമന്റ് ബോക്സിൽ ആന ചേന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ വരും. വയനാടിന്റെ പ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യേണ്ടത്. ആനക്കും താമസിക്കണം, മനുഷ്യനും താമസിക്കണം, എല്ലാവരും ഉണ്ടെങ്കിലേ നമ്മളെ ലോകത്തിലെ ജീവിതം പൂർണ്ണമാവുള്ളൂ. അപ്പോൾ അതിനുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ മെഷർ ചെയ്തിട്ടുണ്ട്. അതിന് വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്ന എൻ്റെ ബാക്കിൽ കാണുന്നതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. അവിടെ എന്താ പറയുക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വലത് സൈഡിലൊക്കെയാണ്. ഇവിടെ ഒന്നാമത് ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ലെവലിൽ കിട്ടുന്ന ഭൂമികൾ വളരെ കുറവാണ്. ഇവിടെ കുറച്ചൊക്കെ ആദിവാസി മിച്ച ഭൂമി വരും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 10-12 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഇതുപോലത്തെ വേറൊരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടുന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഷോർട്സിൽ അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഇതിന്റെ കമന്റ് ബോക്സിലോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് വേറെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനോ പിടിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നിരപ്പായ ഭൂമി, വേറെ കൃഷിയോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. അങ്ങനെയാണുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ട്, കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പോട്ട് കാണുന്നുള്ള ആളുകൾ ആരെങ്കിലും താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്താക്കി തരാം, ഇതിന്റെ ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം. പറ്റാവുന്ന ആളുകൾ ഇവിടെ കാണുക, എന്നിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയാണ് ഈ ഒരു പ്രോപ്പർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. നല്ല പിന്നെ നമുക്ക് ഇതിന്റെ നിലവിൽ നമുക്ക് വരുമ്പോൾ അവിടുന്ന് ഒരു ലെഫ്റ്റ് സൈഡിൽ 2 വഴിയുണ്ട്. ഒരു വഴി ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് ഇങ്ങോട്ട് പോവാം. അവിടെ ഇപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഒരു വഴിയാണ്, അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കും. നമ്മൾ ഹൈവേ ഇവിടുന്ന് എത്ര വിസിബിലിറ്റി ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കും. അത് ആ ലോറിയെല്ലാം നിർത്തിയതാണ് നമ്മൾ ഹൈവേ. അതിൻ്റെ അടുത്താണ് RTO ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ അവിടെ എന്ത് ചെക്ക് പോസ്റ്റ് അത് എക്സൈസ് ചെക്ക് പോസ്റ്റ് അല്ലേ, 2 ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ RTO ചെക്ക് പോസ്റ്റിന്റെ സൈഡിൽ കൂടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണ്. ഇത് പഞ്ചായത്തിന്റെ വഴിയാണ്, കുറച്ച് ഇടുങ്ങിയ വഴി. വഴി കാണിച്ചു കൊടുക്കിയ വഴി ഇതിലേക്കുള്ള. ഓക്കെ, അപ്പോൾ അത്രയാണ് ഉള്ളത്. ഇതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് വെരിഫൈ ചെയ്തിട്ട് ആളുകൾ എടുത്താൽ മതി. റേറ്റ് കാര്യങ്ങൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. പറ്റാവുന്ന ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മാക്സിമം കമന്റോ കാര്യങ്ങളോ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു എസ് കമന്റും കൂടി ചെയ്തോളി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നോ ചെയ്യുക. പിന്നെ അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഇപ്പോൾ ഒരു ഏക്കർ പ്രോപ്പർട്ടി ഞാൻ ഷോർട്സിൽ പറഞ്ഞ 1 ഏക്കർ പ്രോപ്പർട്ടി ഇല്ല. ആ ഒരു പ്രോപ്പർട്ടി ഏകദേശം നമുക്കൊരു 500 മീറ്റർ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് 500 മീറ്ററുള്ളൂ. 500 മീറ്റർ തൊട്ട് ഇപ്പുറത്താണ് ഇവിടെ മുത്തങ്ങ വൈൽഡ് ലൈഫിലേക്ക് പോകുന്ന പിന്നെ ജീപ്പെല്ലാം കൊണ്ടുപോയിട്ട് ആളുകളെ ഇങ്ങനെ വൈൽഡ് കാണിച്ച് കൊണ്ടുവരുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ നമുക്ക് ഈ കാണുന്നത്, നമ്മൾ എൻ്റെ ബാക്കിൽ കാണുന്നത്. പിന്നെ ഇതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന സ്കൂളുകൾ, അതുപോലെ നല്ല ക്ഷേത്രങ്ങൾ, ഏതായാലും നല്ല അടിപൊളിയായിട്ട് നല്ല വൈബുള്ള നല്ലൊരു സ്ഥലമാണ്.
അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി ഇത് കാണിക്കാൻ കാരണമൊന്നുമല്ല, ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സഞ്ചാരികൾക്കെല്ലാം പിന്നെ ഇതിനെന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആ ഈ കാണിച്ച പ്രോപ്പർട്ടിയില് ഇവിടെ വന്നിട്ട് വേറൊരു ആൾക്ക് വന്നിട്ട് മത്സരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ആ ഒരു പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ എന്താ നമുക്ക് അവിടെ ആ ഒരു കാലാകാലം അതിന് ഉപജീവന മാർഗം നൽകി ആ ഒരു സാധനം തന്നെ കൊണ്ടുപോകാനുള്ള ഒരു സെറ്റപ്പും കൂടി ഉണ്ട്. അവിടെ പിന്നെ വേറെ ഒരു മത്സരത്തിനോ കാര്യങ്ങളും വരുന്നില്ല. നല്ല അറ്റ്മോസ്ഫിയർ ആണ്, വൈൽഡ് ലൈഫിനോട് ചേർന്നിട്ട് ആയതുകൊണ്ട് നല്ല ആളുകളും സഞ്ചാരികളൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ ബിസിനസ് ഡെവലപ്മെന്റിലെ ആശയങ്ങളുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നല്ലൊരു ബെനിഫിറ്റായി മാറും. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഇവിടെ വരാൻ പറയാം.